ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിൽ ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വിതീയ അധ്യായം സാഖ്യ യോഗ. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ചു കൊടുത്തത്, ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്. അത് പുറം ലോകത്തേക്ക് അറിഞ്ഞത് സഞ്ജയൻ അത് തൻ്റെ ദിവ്യദൃഷ്ടിയാൽ കണ്ട് ധൃതരാഷ്ട്രർക്ക് എന്താണ് ഭഗവാൻ അവിടെ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്ത വഴിയാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ മഹത്തായ ആ ഭാഗം നമ്മളിലേക്ക് എത്തുന്നത്. പിന്നീടാണത് വേദവ്യാസൻ രചിക്കുന്നത്. അപ്പം സഞ്ജയന് ആ ദിവ്യദൃഷ്ടി കൊടുത്തത് വ്യാസ ഭഗവാനാണ്. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ സഞ്ജയ ഉവാച, സഞ്ജയൻ പറയുകയാണ്, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം മുവാച മധുസൂദനഃ. തം അവനെ, തഥാ ഇപ്രകാരം, കൃപയാ ധർമ്മനിഷ്ഠയുള്ള, ആവിഷ്ടം അർത്ഥം തരണം ചെയ്യുക, അശ്രുപൂർണ കുലേക്ഷണം കണ്ണു നിറഞ്ഞ് വികാരഭരിതനായി, വിഷീദന്തമിതം വിഷാദത്തോടെ, ഇതം ഇത്, വാക്യം സംസാരം, ഉവാച പറഞ്ഞു, മധുസൂദന ഭഗവാൻ ശ്രീകൃഷ്ണൻ, മധുസൂദനൻ. ഇനി വാക്യാർത്ഥം, കണ്ണുകൾ നിറഞ്ഞ് വികാരഭരിതനായി വിഷാദിക്കുന്ന അർജുനനോട് മധുസൂദനൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച, കുതസ്ത്വ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യ ജുഷ്ടമസ്വർഗ്യ അകീർത്തികരമർജുന. കുത യാതൊന്ന് ഹേതുവായിട്ട്, സ്ത്വ മീതി, കശ്മലമിതം ഈ ഖിന്നമാകുക, വിഷമേ ആപൽക്കരമായ, സമുപസ്ഥിതം സമീപിക്കുക, അനാര്യജുഷ്ട ആര്യന്മാർക്ക് അനുചിതം, അസ്വർഗ്യം സ്വർഗം ഒഴിവാക്കി, അകീർത്തികരം അധപ്പതനം, അർജുന അർജുനൻ. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, ആര്യന്മാർക്ക് ഉചിതമല്ലാത്തതും അകീർത്തികരവുമായ ഈ ഖിന്നത നിനക്ക് എവിടെ നിന്ന് ഉണ്ടായി? അതാണ് അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ആര്യന്മാർ. അവർ മനസ്സിനെ സമനിലയിലെത്തിച്ചിട്ട് മനസ്സിൻ്റെ വിഷമാവസ്ഥയെ അകറ്റാൻ നിരന്തരം യത്നിക്കുന്നവരാണ്. അതായത് ഞാൻ, എൻ്റേത് എന്ന ചിന്തകൾ കുറച്ച് എല്ലാം ഈശ്വരൻ്റേത്, ഈശ്വരൻ എന്നിങ്ങനെ കാണാൻ ശ്രമിക്കുന്നവരാണ് ആര്യന്മാർ. അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അതായത് ധർമ്മം സ്ഥാപിക്കാനായിട്ടാണ് അർജുനൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് അർജുനൻ പറയുന്നത്, എൻ്റെ ഗുരു, എൻ്റെ ആചാര്യൻ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഇങ്ങനെ എൻ്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ ധർമ്മം പുനഃസ്ഥാപിക്കാനെത്തിയ അർജുനൻ അതിൽ നിന്നും പിന്മാറുന്നത് ആര്യന്മാർക്ക് യോജിച്ചതല്ല. ഈ മോഹം എവിടെ നിന്നാണ് ഉണ്ടായതെന്നാണ് ഭഗവാൻ ചോദിച്ചത്. ഈ ചോദ്യത്തിന് സ്വയം ഉത്തരം നൽകിക്കൊണ്ട് മോഹം വിട്ടിട്ട് എഴുന്നേക്കാനാണ്
ഭഗവാൻ തുടർന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ അവിടെ ആത്യന്തികമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് ധീരന്മാർക്ക്, ആര്യന്മാർക്ക് യോജിച്ചതല്ല. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥഃ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം ബലഹീനത, മാസ്മഗമഃ ചേർന്നതല്ല, പാർത്ഥ പാർത്ഥൻ, നൈ ഇല്ല, ഏതത്തു ഈ, തത്വയ മീതെ, ഉപപത്വതേ ചേർച്ച, ക്ഷുദ്രം നീചമായ, ഹൃദയ ദൗർബല്യം ദുർബലമായ ഹൃദയം, ത്യകേത്വ ത്യജിച്ച്, ഉത്തിഷ്ഠ എഴുന്നേൽക്കുക, പരന്തപ ശത്രു നാശകൻ. വാക്യാർത്ഥം ഇതാണ്. പാർത്ഥൻ ആരാണ്? അർജുനൻ. ഭഗവാൻ പറയുകയാണ് അർജുനനോട്, പാർത്ഥ, ബലഹീനത നിനക്ക് ചേർന്നതല്ല. ഈ നീചമായ ഹൃദയ ദൗർബല്യം കളഞ്ഞ് എഴുന്നേൽക്കുക. അപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ ഈ വിധമൊക്കെ പറയുകയാണ്. അപ്പോൾ അർജുനൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹ ഹരിസൂദന. കഥം എങ്ങനെ, ഭീഷ്മ നമുക്കെല്ലാവർക്കും അറിയാം, ഭീഷ്മ പിതാമഹനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അഹം ഞാൻ, സാഖ്യേ യുദ്ധത്തിൽ, ദ്രോണം ദ്രോണരെയാണ് ഉദ്ദേശിച്ചത്, ച കൂടെ, മധുസൂദന ഭഗവാനെയാണ് ഉദ്ദേശിച്ചത്, ഇഷുഭി അമ്പുകൊണ്ട്, പ്രതിയോത്സ്യാമി യുദ്ധം ചെയ്യുക, പൂജാർഹർ പൂജനീയർ, അരിസൂദന അരി എന്ന് വെച്ചാൽ ശത്രു നാശക. അപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഹേ ശത്രുനാശക, പൂജാർഹരായ ഭീഷ്മ ദ്രോണന്മാരെ അമ്പുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ എങ്ങനെ നേരിടും? ശത്രുനിഗ്രഹം ചെയ്യുന്ന അല്ലയോ കൃഷ്ണ, പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും യുദ്ധത്തിൽ ഞാൻ ബാണങ്ങളെയ്ത് എങ്ങനെ നേരിടാനാണെന്നാണ് ഇവിടെ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുന്നത്. വീണ്ടും അർജുനൻ ചോദിക്കുകയാണ്, ഗുരു നഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരു നിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുധിര പ്രതിഗ്ധാൻ. ഗുരുക്കന്മാർ അഹത്വ കൊല്ലുന്നതിനു പകരം, ഹി വാസ്തവത്തിൽ, മഹാനുഭാവാൻ മഹാന്മാർ, ശ്രേയോ നല്ലത്, ഭോക്തം ഭക്ഷിക്കുക, ഭൈക്ഷ്യം ഭിക്ഷ, അപി സമമായ, ഇഹ ഇവിടെ, ലോകേ ലോകത്തിൽ, ഹത്വ കൊന്നിട്ട്, അർത്ഥകാമാൻ ധനമോഹം, തു വാസ്തവത്തിൽ, ഗുരുക്കന്മാരെ, ഇവ ഇവിടെ, ഏവ അതുകൂടാതെ, ഭുഞ്ചീയ ആസ്വദിക്കുക, ഭോഗാൻ സുഖസമൃദ്ധി, രുധിര പ്രതിഗ്ധാൻ രക്തപങ്കിലമായ. വാക്യാർത്ഥം, മഹാന്മാരായ ഗുരുക്കന്മാരെ കൊല്ലുന്നതിനു പകരം ഭിക്ഷയെടുത്ത് കഴിയുകയാണ് നല്ലത്. തന്നെയുമല്ല, രക്തപങ്കിലമായ ഭോഗങ്ങൾ ആസ്വദിക്കാനാണ് നമുക്ക് ഇടവരുന്നത്. വീണ്ടും അർജുനൻ അങ്ങ് സംശയമാണ്, താൻ ചെയ്യുന്നത് ശരിയാണോ,
സംപൂജ്യരായ ഗുരുക്കന്മാരെ കൊല്ലാനിടയാകാതെ ഈ ലോകത്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണ് ഇതിലും ഉത്തമം. ഇങ്ങനെയൊക്കെ അർജുനൻ ഭഗവാനോട് പറയുകയാണ്. വീണ്ടും അർജുനൻ പറയുകയാണ്, ന ചൈതത് വിദ്മഹ കതരന്നോ ഗരീയോ യദ്വാ ജയമേ യതിവാനോ ജയേയുഹ യാനേവ ഹത്വാന ജിജീവിഷാമസ്ഥേ അവസ്ഥിതാഹ പ്രമുഖേ ധാർത്തരാഷ്ട്ര. ഇവിടെ അർത്ഥം നോക്കാം. ന ഇല്ല, ച കൂടെ, ഏതത് ഇത്, വിദ്മ അറിയുന്നു, കതരന്നോ ഏത്, ന നമുക്ക്, ഗരീയ നല്ലത്, യദ്വ അത്, വ എങ്കിലും, ജയമേ ജയിക്കുക, യതി അങ്ങനെയെങ്കിൽ, വ അഥവാ, നോ നമ്മെ, ജയേയു അവർ ജയിക്കുമോ, യാനു ആരെ, ഏവ സമമായ, ഹത്വ ഹനിച്ചിട്ട്, ന ഇല്ല, ജിജീവിഷാമ ജീവിക്കാനാഗ്രഹം, സ്തേ അവർ, അവസ്ഥിത അവസ്ഥ, പ്രമുഖേ മുഖാമുഖം, ധാർത്തരാഷ്ട്ര ദുര്യോധനാദികൾ. വാക്യാർത്ഥം: ആരാണ് ജയിക്കുകയെന്നോ അതിലേതാണ് അധികം നല്ലതെന്നോ ഞാൻ അറിയുന്നില്ല. ആരാണീ ഞാൻ? അർജുനൻ. ആരെ ഹനിച്ചിട്ട് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവരാണ് എതിരെ വന്നു നിൽക്കുന്നത്. വീണ്ടും അർജുനൻ ഇങ്ങനെ സങ്കടം ഭഗവാനോട് പറയുകയാണ്. കാർപണ്യ ദോഷോപഹത സ്വഭാവഃ പ്യച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യച്ച് ശ്രേയഃ സ്യാന്നിച്ഛിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപന്നം. വീണ്ടും അർജുനൻ പറയുന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാർപണ്യം എന്ന് വെച്ചാൽ പിശുക്കുള്ള, ദോഷോ ദോഷം, അപ വിപരീതം, ഹതഹ കൊല്ലപ്പെട്ട, സ്വഭാവ ജന്മസ്വഭാവം, പ്രപച്ഛാമി ഞാൻ ചോദിക്കുന്നു, ത്വാം അങ്ങയോട്, ധർമ്മ സമമൂഢ ചേതാഹ ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്ത മനസ്സ്, യജ് ശ്രേയ ഏത്, ശ്രേയ എന്ന് വെച്ചാൽ ശ്രേയസ്, ഗുഡ് നല്ലത് എന്നുള്ളത്, സ്യാത് ഒരു പക്ഷേ, നിശ്ചിതം സുനിശ്ചിതമായി, ബ്രൂഹി പറഞ്ഞു തന്നാലും, തന്മേ അത്, മേ എനിക്ക്, ശിഷ്യഃ ശിഷ്യൻ, സ്തേ അങ്ങയുടെ, അഹം ഞാൻ, ശാധി പഠിപ്പിച്ചാലും, മാം എനിക്ക്, ത്വാം അങ്ങയോട്, പ്രപന്നം അഭയം പ്രാപിക്കുന്നു. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ധനമോഹത്താൽ ജന്മസ്വഭാവം നശിച്ച് ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്തവനായി തീർന്നിരിക്കുന്ന എനിക്ക് ശ്രേയസ് ഏതാണ് എന്ന് അങ്ങ് പറഞ്ഞു തരിക. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ അഭയം പ്രാപിച്ചിരിക്കുന്ന എന്നെ വേണ്ടവണ്ണം ഉപദേശിച്ചാലും. വീണ്ടും അർജുനൻ പറയുകയാണ്, നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യശ്ചോകം ഉച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ അസ്പദന്നമൃദ്ധം രാജ്യം സുരാണാം അപിച ആധിപത്യം. നഹി ഇല്ല, പ്രപശ്യാമി ഞാൻ കാണുന്നു, മമ എൻ്റെ, അപനുദ്യാത് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല, യശ്ചോകം ആ ശോകം ആ ദുഃഖം, ഉച്ഛോഷണ വരണ്ട, ഇന്ദ്രിയാണാം ബോധം, അവാപ്യ ലഭിച്ചിട്ട്, ഭൂമ ഭൂമിയിലെ, അസ്പദന എതിരില്ലാത്ത, മൃദ്ധം സമൃദ്ധം എന്നുള്ളതാണ് മൃദ്ധം എന്ന് പറയുന്നത്. അസ്പദന മൃദ്ധം എതിരില്ലാത്ത സമൃദ്ധി, രാജ്യം സാമ്രാജ്യം,
സുരാണാം ദൈവത്തിൻ്റെ അപി സമമായ ച കൂടെ ആധിപത്യം നായകത്വം അല്ലെങ്കിൽ ലോർഡ്ഷിപ്പ്. വാക്യാർത്ഥം: സമ്പന്ന രാജ്യമോ ദേവന്മാരുടെ മേൽ ആധിപത്യമോ ലഭിച്ചാലോ എൻ്റെ ഈ ശോകത്തിന് നിവൃത്തിമാർഗം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതായത് അർജുനന് ഒരു തരത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എതിർപക്ഷത്ത് തൻ്റെ പ്രിയപ്പെട്ടവരാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. തൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നവരും തൻ്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ബന്ധുക്കൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. ഗുരുക്കന്മാരോടാണ് ശിഷ്യന്മാർ യുദ്ധം ചെയ്യേണ്ടത്. ഒരു യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവനാശമാണ്. രണ്ട് ഭാഗങ്ങളിലും നാശമുണ്ടാകും. അപ്പം ഇതിനകത്തു നിന്നും എനിക്ക് ഒരു മോചനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവരോടൊക്കെ യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. സഞ്ജയ ഉവാച. സഞ്ജയൻ പറയുകയാണ്, ഏവമുക്താ ഹൃഷീകേശം ഗൂഢാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദ മുക്താ തുഷ്ണീം ബഭൂവഃ. ഏവം ഇപ്രകാരം, ഉക്ത പറഞ്ഞിട്ട്, ഹൃഷികേശനോട്, ഗൂഢാകേശ നിദ്രയെ ജയിച്ചവൻ, പരന്തപ ശത്രുനാശനൻ, നയോത്സ്യ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഇതി ഇപ്രകാരം ഗോവിന്ദനോട്, ഉക്ത പറഞ്ഞിട്ട്, തുഷ്ണീം മൗനം, ബഭൂവഹ അവലംബിച്ചു. എന്നിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ അർജുനൻ ഭഗവാനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്രകാരം പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഗോവിന്ദനെ അറിയിച്ച് മൗനം പാലിച്ചു എന്ന് ആരോട് പറയുകയാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരങ്ങൾ ഭഗവാനും അർജുനനും തമ്മിൽ നടക്കുന്നു എന്നൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയുകയാണ്, ഇപ്രകാരം പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഗോവിന്ദനെ അറിയിച്ചിട്ട് അർജുനൻ അവിടെ മൗനം പാലിച്ചിരിക്കുന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു. ഇനി ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 1-2 ശ്ലോകങ്ങൾ മാത്രമേ അടുത്ത ക്ലാസ്സുകൾ മുതൽ പഠിക്കുകയുള്ളൂ. കാരണം ആ ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വ്യക്തമായും വിശദമായും അത് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അർജുനൻ്റെ പരിഭവങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല, ഇനി ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇനി അർജുനൻ മൗനം പാലിച്ചു, ഭഗവാനോട് പറഞ്ഞു, എന്നെ ഒന്ന് ഉപദേശിക്കൂ, എങ്ങനെയാണ് ഞാൻ ഈ അധർമ്മത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, എനിക്ക് ഈ എൻ്റെ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളോടുമൊന്ന് യുദ്ധം ചെയ്യാനായിട്ട് തോന്നുന്നേയില്ല. അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുന്നതിനേക്കാട്ട് നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ധർമ്മസങ്കടത്തിൽ എന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇനി മിണ്ടാതെ എന്നെ ഒന്ന് ഉപദേശിക്കൂ എന്നും പറഞ്ഞ് മിണ്ടാതെ ആ തേർത്തട്ടിൽ ഇരിക്കുകയാണ്. അക്കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയും ചെയ്തു. ഇനി ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് കുറേശ്ശെ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തരണം. നമ്മൾ വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് ഭഗവത്ഗീതയുടെ ക്ലാസ് വെച്ചിരിക്കുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾ കേട്ടാൽ മതി. അതിനുശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് കേട്ടാൽ മതി. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഫോൾഡറുണ്ട്. അതിൽ ആദ്യം മുതൽ അർജുന വിഷാദ യോഗ അത് മുതലുണ്ട്. അത് കുറേശ്ശെ കേട്ടാൽ ആ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.